അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് മലകയറ്റമാണ്. ഫോറസ്റ്റിനകത്തുകൂടിയുള്ള ഒരു മനോഹരമായ ട്രക്കിംഗ് ആണ്. ശരിക്കും ഒരു ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുഭവമായിരിക്കും ഇത്. ഇത് ശരിക്കും ഫോറസ്റ്റിൻ്റെ, അതായത് ഡീപ്പ് ഫോറസ്റ്റിൻ്റെ നടുക്കൂടിയാണ് നമ്മൾ ഈ മലയാറ്റൂർ മലയിലേക്ക് കയറി പോകേണ്ടത്. രണ്ട് വശങ്ങളിലായിട്ട് വലിയ മരങ്ങൾ നമ്മൾക്ക് തണലേക്കുന്നു. നമ്മൾ ഏകദേശം ഒരു ട്രക്കിംഗ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ നിന്നാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് ചെങ്കുത്തായ കുന്നാണ്, അതുപോലെ തന്നെ കല്ല്, വലിയ വലിയ കല്ലാണ്. അതിനിടയിലൂടെ വേണം നമ്മൾ ട്രക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മലയാറ്റൂർ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിലാണ് ഇതുള്ളത്. ഇത് നമുക്ക് ഈ വഴിയിലൂടെ ഈ വഴിയിലൂടെ നടന്നു പോകാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. അതുകൂടാതെ നമുക്ക് ഫോറസ്റ്റിലേക്കൊന്നും പ്രവേശിക്കാനുള്ള അനുവാദം ഇല്ല. സ്ട്രിക്റ്റാണ്, വളരെ സ്ട്രിക്റ്റായിട്ട് അവർ പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് പൊതുജനങ്ങൾ വരുന്നതുകൊണ്ട് തീർത്ഥാടന സമയത്തൊക്കെ, അതായത് ദുഃഖവെള്ളി സമയത്തൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മലിനമാക്കാൻ സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക്കും അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ മലിനമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫോറസ്റ്റിൻ്റെ ഒരുപാട് സൈൻ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള മെസ്സേജൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. മാക്സിമം വരുന്ന ആളുകളെ ബോധവൽക്കരിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. നല്ല വെയിലുള്ള സമയമാണ്, കുറച്ച് ടഫാണ്. അപ്പോൾ തന്നെ നമുക്ക് ദാഹിക്കാനുള്ള പ്രശ്നത്തിന് പരിഹാരം ഇവിടെ ഉണ്ട്. വെള്ളം കുടിക്കാനുള്ള പരിഹാരമുണ്ട്. ഇവിടെ പല സ്ഥലത്തും പൈപ്പിൽ വെള്ളമുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കുപ്പി വെള്ളം ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ മലയാറ്റൂർ മലയിലേക്കുള്ള യാത്രയിൽ, അല്ലെങ്കിൽ ഈ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ ഇവിടെ പല സ്ഥലത്തായിട്ട്, ഏകദേശം 14 സ്ഥലത്ത് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ചില സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ വേണം നമ്മൾ മുകളിലേക്ക് കയറി പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞ 14 സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ 9ാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു ട്രക്കിംഗ് തന്നെയാണ് നമുക്ക് ഈ മലയാറ്റൂർ മലകയറ്റം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും ഒരുപാട് പ്രായമായ സ്ത്രീകളും കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ടൊക്കെ ആൾക്കാർ ഈ മല കയറാൻ വരുന്നുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും ഇവിടെ പ്രായമായവരും സ്ത്രീകളും കുട്ടികളൊക്കെ കയറുന്നു എന്ന് പറയുന്നത് ആ ഒരു തീർത്ഥാടകരെ അപേക്ഷിച്ചിടത്തോളം ഒരു അർപ്പണ മനോഭാവമാണ് അവർക്ക് ഉണ്ടാവുന്നത്. ആ ഒരു ശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് അവർ ഈ മല കയറി പോകുന്നത്. നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പം ഈ പല സ്ഥലത്തെയും ട്രക്കിങ് വ്യത്യസ്തമായ രീതിയിലാണ്. ചിലപ്പം കാട്ടുപാതയിലൂടെ ആയിരിക്കും, ചിലത് മലമ്പ്രദേശങ്ങളിലൂടെ ആയിരിക്കും, പുൽമേടുകൾക്കിടയിലൂടെ ആയിരിക്കും. ഇതിപ്പം കുറച്ച് കടുപ്പം തന്നെയാണ്. മൊത്തം നല്ല കല്ലുകളാണ്. ആ കല്ലുകൾ പലതും ഇളകി കിടക്കുകയാണ്. അത് സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ സ്ലിപ്പായി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ആളുകൾ കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഈസ്റ്ററിൻ്റെയും ദുഃഖവെള്ളിയുടെയൊക്കെ സമയത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇങ്ങോട്ട് വന്നു പോകുന്നത്. അപ്പോൾ അവരൊക്കെ കയറുന്ന ഒരു മലയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ ഒരു ഉറപ്പ് പരീക്ഷിക്കാനും കൂടിയുള്ള ഒരു അവസരമാണ് ഈ ട്രക്കിംഗ്. കേരളത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഇപ്പം നമുക്ക് ഈ ട്രക്കിങ്ങിന് ഉള്ള സ്ഥലങ്ങളിലെ പ്രാധാന്യം കൂടി വരികയാണ്. അങ്ങോട്ടാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ പോകുന്നത്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ. നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ട്രക്കിങ്ങിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിൽ പുതിയ സ്ഥലങ്ങൾ പോലും കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്, ഇങ്ങനെ ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലങ്ങൾ. നമുക്ക് ഈ മലയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ വലിയ കുരിശുകൾ, മരക്കുരിശുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വലിയ മരം തന്നെയാണിത്. അത് വെട്ടി ഉണ്ടാക്കിയ കുരിശാണിത്. കണ്ടില്ലേ, നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇവിടെ വരുന്ന
ഭക്തർ, അതായത് ഇവിടുത്തെ പെരുന്നാളിൻ്റെ സമയത്തും അതുപോലെ തന്നെ ദുഃഖവെള്ളി സമയത്തൊക്കെ വരുന്ന ഭക്തർ താഴെ നിന്നും ചുമന്ന് കയറ്റുന്നതാണ്. 10ഉം 50ഉം 60ഉം പേര് ചേർന്ന് ചുമന്ന് കയറ്റുന്നതാണ്. ഇതെല്ലാം വിശ്വാസികളുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മുട്ടിലിഴഞ്ഞ് കയറുന്ന ചില വിശ്വാസികളുമുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം 2 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ട്രക്ക് ചെയ്ത് നമ്മുടെ ട്രക്കിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ 14ാമത്തെ സ്ഥലം, നേരത്തെ പറഞ്ഞതിൽ 14ാമത്തെ സ്ഥലമാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ പള്ളി അങ്കണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വന്നപ്പോൾ തന്നെ ഒരു നല്ലൊരു എന്താ പറയേണ്ട ഒരു പ്ലസൻസ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റും ഒക്കെ ഉണ്ട്. ഒരു പള്ളിയിലെ പാട്ടൊക്കെ കേൾക്കാം. നമുക്ക് പള്ളിയിലേക്ക് പോവാം.